കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അതാണ് വെതർ എക്സ്ട്രീംസ് എന്ന് ഞാൻ പറഞ്ഞത്. അതായത് തീവ്ര കാലാവസ്ഥ എന്ന് പറയും. അതായത് നമ്മളൊരു ശരാശരി പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വളരെ കൂടുതലായിട്ട് വരും. അതുപോലെ തന്നെ എന്താ പറയുക, കുറഞ്ഞ വാല്യൂം വളരെ പെട്ടെന്ന് വരിക. അതിനാണ് നമ്മൾ വെതർ എക്സ്ട്രീംസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ നേരത്തെയും വെതർ എക്സ്ട്രീംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് അനുഭവവേദ്യമാകുന്ന ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് വെതർ എക്സ്ട്രീംസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിശക്തമായ മഴ പെയ്യുന്നു, പിന്നെ പിറ്റേ ദിവസം ചിലപ്പോൾ മഴയും ഉണ്ടാവില്ല എന്ന് പറയാം, അല്ലെങ്കിൽ നോർമൽ ഒരു മഴയൊക്കെ ഉണ്ടാവുള്ളൂ. അതാണ് വെതർ എക്സ്ട്രീംസ് എന്ന് പറഞ്ഞത്. അപ്പോൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായി എല്ലായിടത്തും അനുഭവപ്പെടുന്ന ഒരു വ്യത്യാസമാണ് ഇപ്പം നമ്മളും കണ്ടുവരുന്നത്. അപ്പോൾ വെതർ എക്സ്ട്രീംസും ഉണ്ടാവുന്നു, ക്ലൈമറ്റ് എക്സ്ട്രീംസും ഉണ്ടാകുന്നു. അതായത് ഹീറ്റ് വേവ് പോലെയുള്ള നമ്മളുടെ ഒരു പാറ്റേണിനെ മൊത്തത്തിലേ മാറ്റുന്ന, അല്ലെങ്കിൽ താപനിലയെ വർദ്ധിപ്പിച്ച് നിർത്തുന്ന പോലത്തുള്ള ക്ലൈമറ്റ് എക്സ്ട്രീംസും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദിവസേന എണ്ണവണ്ണം നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ വെതർ എക്സ്ട്രീംസും ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ദിനാന്തരാവസ്ഥയിലും വ്യത്യാസം വരുന്നുണ്ട്, നമ്മുടെ കാലാവസ്ഥയിലും വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വ്യത്യാസമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഗ്ലോബൽ വാർമിങ്ങിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അന്തരീക്ഷത്തിൻ്റെ താപനില കൂടുമ്പോൾ, ഇത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, താപനില കൂടുമ്പോൾ അന്തരീക്ഷത്തിന് താങ്ങി നിർത്താവുന്ന ഈ നീരാവിയുടെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെയ്യുന്ന മഴ അത് തണുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു ഇൻറ്റൻസിറ്റി കൂടുതൽ, അല്ലെങ്കിൽ റെയിൻ റേറ്റ് കൂടുതലായിട്ടുള്ള മഴ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് വളരെ ചെറിയൊരു സമയത്ത് വളരെയധികം മഴ പെയ്യുന്നതായിട്ട് നമുക്ക് ഈ അടുത്ത കാലത്ത് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് പല സ്ഥലങ്ങളിലും ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിലും കണ്ടതാണല്ലോ. അല്ല, ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഫിഷർമെൻ വാർണിംഗ് എന്ന് പറയുന്നത് IMD തന്നെ കൊടുത്തിരിക്കുന്നതാണ്. കാരണം നമ്മളൊരു ഈ ശക്തിയായ കാറ്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള മഴയും എല്ലാം ഉണ്ടാകുമ്പോൾ, അപ്പോൾ നമ്മൾ ഇപ്പം തൃശ്ശൂരൊക്കെ മരം ഒടിഞ്ഞ് വീണു എന്ന് പറയില്ല, അപ്പോൾ അതുപോലെ അതിശക്തമായ കാറ്റ് ഇടയ്ക്കിടയ്ക്ക് കടലിലും വീശും. അപ്പോൾ അതിനാണ് സ്ക്വാളി വെതർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്വാളി വെതർ കണ്ടീഷൻ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ 2 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് പോകുന്തോറും കാറ്റിൻ്റെ ശക്തി കുറയുമ്പോൾ, നമ്മുടെ മൺസൂൺ കാറ്റിൻ്റെ ശക്തി കുറയുമ്പോൾ ആ ഒരു കടൽ പ്രക്ഷുബ്ധമാകാനുള്ളൊരു സാഹചര്യം കുറയും. അപ്പോൾ അതോടുകൂടി നമുക്ക് ഈ 2 അല്ലെങ്കിൽ 3 ദിവസത്തിന് ശേഷം നമുക്ക് ഈ വാണിങ്ങുകളെല്ലാം നമുക്ക് പിൻവലിക്കാനും പറ്റും.